വിദ്യ അങ്ങനെ മുഖ്യമന്ത്രി കസേരയിൽ വി ഡി സതീശൻ കയറിയതിനു ശേഷം പറഞ്ഞ വാക്കുകൾ പ്രാവർത്തികമാകാൻ പോവുകയാണ്. ആദ്യം നടപടികളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ മർദ്ദിച്ച കേസിൽ വീണ്ടും തുടരന്വേഷണം നടത്തുന്നു. പിന്നീട് റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിമാർക്കെതിരെ വീണ്ടും അന്വേഷണം നടത്തുന്നു. അങ്ങനെ അതിന് അപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞ ചില ഗ്യാരണ്ടികൾ, ഇന്ദിരാ ഗ്യാരണ്ടികൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അദ്ദേഹം പറയാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നടത്താനുള്ള തീരുമാനങ്ങളിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ ആ അതായത് ആദ്യത്തെ ഒരു നടപടി എന്നോണമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേസുകൾ പുനരന്വേഷിക്കുക എന്നുള്ള രീതിയിലേക്ക് പോയത്. രണ്ടാമത് ഇപ്പോൾ അദ്ദേഹം സിൽവർ ലൈൻ പദ്ധതിയെ പറ്റി പറയുന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെ സൗജന്യ യാത്രയെ പറ്റി പറയുന്നു. അത് ഈ പറയുന്ന ജൂൺ 15 അത് നിലവിൽ വരാൻ പോകുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ മുൻ സർക്കാർ കൊണ്ടുവന്ന ഈ സിൽവർ ലൈൻ ഇപ്പോൾ നിർത്തിവെക്കാൻ, അല്ലെങ്കിൽ അത് ഇനി തുടങ്ങണ്ട എന്ന് പറയാനുള്ള ഒരു, അല്ലെങ്കിൽ ആ ഒരു നടപടിയിലേക്ക് വി ഡി സതീശൻ പോകാനുള്ള ഒരു കാര്യം? രേഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തന്നെ സിൽവർ ലൈനെ ഏറ്റവും അധികം എതിർത്തത് യു ഡി എഫ് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനമായും അവർ പറഞ്ഞിരുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മളുടെ ഭൂപ്രകൃതിക്ക് ഒട്ടും അനുയോജ്യമായ രീതിയിലല്ല സിൽവർ ലൈൻ വരുന്നത്. കേരളം എന്ന് പറയുന്നത് ഒരു സ്ലോപ്പ് ആയിട്ടുള്ള ഒരു, അത് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സ്ലോപ്പ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സിൽവർ ലൈൻ എത്രമാത്രം പ്രായോഗികമാവും എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. മാത്രമല്ല പരിസ്ഥിതി നാശനഷ്ടങ്ങൾ, ഒപ്പം തന്നെ ഈ ദുരന്തങ്ങൾ ഉണ്ടാവാനുള്ള, പരിസ്ഥിതി ദുരന്തങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെ എന്ന് അന്ന് തന്നെ UDF പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് കേന്ദ്രത്തിന്റെ അനുമതി നിഷേധിക്കപ്പെടുന്നു. അതിനുശേഷം ഈ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്നു. അതൊക്കെ നമ്മൾ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കണ്ടിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ സംഭവിച്ചിരുന്ന എങ്കിൽ പോലും ഇത് ഡീനോട്ടിഫിക്കേഷൻ നടത്തിയിരുന്നില്ല. അതായത് ഈ ഒരു പദ്ധതി ഉപേക്ഷിച്ചു എന്ന് നോട്ടിഫൈ ചെയ്താൽ മാത്രമാണ്, ഡീനോട്ടിഫിക്കേഷൻ നടത്തിയാൽ മാത്രമാണ് ആ ഏറ്റെടുത്ത സ്ഥലങ്ങൾ, ഇപ്പോഴും ആ ഏറ്റെടുത്ത സ്ഥലങ്ങളെല്ലാം അനിശ്ചിതാവസ്ഥയിലാണ്. ആ ഭൂമിയുടെ ഉടമസ്ഥർ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. അവർക്ക് ഇപ്പോഴും പദ്ധതി നടപ്പിലാക്കുന്നില്ല എന്നൊരു അറിയിപ്പ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. പകരം അവരുടെ അതുമായി ബന്ധപ്പെട്ട അവരുടെ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഭൂമി പലപ്പോഴും അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളിൽ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞൊരു കാര്യം, ഈ ഒരു ഭൂമി പണയപ്പെടുത്തി മക്കളുടെ വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റു ആവശ്യങ്ങൾക്കോ, ഒരു അല്ലെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും ഇതൊന്നും ഉപയോഗിക്കാൻ ഒരു സാധാരണക്കാരന് സാധിക്കാത്ത അവസ്ഥ. പുതുയുഗ യാത്ര നടത്തിയ സമയത്ത് അവർ ജനങ്ങളോട് നേരിട്ട് സംസാരിച്ച സമയത്ത് ജനങ്ങൾ ഏറ്റവും അധികം പരാതി പറഞ്ഞത് ആ ഒരു കാര്യത്തിലാണ് എന്നാണ്. അതായത് അവരുടെ വെറുതെ ഭൂമി ഉണ്ട് എന്ന് പറയാൻ മാത്രമേ പറ്റുന്നുള്ളൂ, അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നൊരു വലിയ സങ്കടം. മക്കളുടെ കല്യാണങ്ങൾക്ക് പോലും ഒന്ന് ലോൺ എടുക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നൊരു പരാതി വി ഡി സതീശൻ അന്ന് കേട്ടിരുന്നു. അപ്പോൾ തീർച്ചയായും അവരോടൊരു വാക്ക് താൻ കൊടുത്തിരുന്നു. ഒരു UDF ഭരണകൂടം അധികാരത്തിലേറിയാൽ ആദ്യം ഈ ഒരു പദ്ധതിക്ക് ഈ ഒരു ബുദ്ധിമുട്ടിന്റെ പരിഹാരം കാണുമെന്നവർക്ക് വാക്ക് കൊടുത്തിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ വാക്ക് പാലിക്കുന്നതിനായാണ് ഇപ്പോൾ ഡീനോട്ടിഫൈ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് വരികയും ഇത് പൂർണ്ണമായും റദ്ദാക്കാനുള്ള തീരുമാനം മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നതും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ PSCയും ആ ഒരു രീതിയിലേക്ക് തന്നെയാണോ, അല്ലെങ്കിൽ PSCയിൽ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ഇപ്പം അങ്ങനെ PSCയിൽ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം PSCയുടെ, അത് വേറൊന്നുമല്ല പറയുന്നത്, 2026 എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 30 വരെയുള്ളതാണ്. ആ ഒരു കാലയളവിൽ 2026 ഓഗസ്റ്റ് 30-നുള്ളിൽ കാലാവധി തീരുന്ന PSC ലിസ്റ്റുകൾ, PSC പട്ടിക പുനഃക്രമീകരിക്കുകയും നവംബർ വരെ അത് നീട്ടാൻ തയ്യാറാകുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിന് അദ്ദേഹം കാരണമായി പറയുന്ന മറ്റൊന്നുമല്ല, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു 3 മാസക്കാലം ഒരു അപ്പോയിന്റ്മെന്റ് ഒന്നും നടന്നിട്ടില്ല അവിടെ. അപ്പോൾ ലിസ്റ്റിൽ വന്ന ആളുകൾ ഈ ഇലക്ഷന്റെ പ്രശ്നം കാരണം അവർക്ക് ഉദ്യോഗം ലഭിക്കാതെ പോകരുത് എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ഒരുപാട് കുട്ടികൾ അവർ കഷ്ടപ്പെട്ട് എഴുതിയതാണ് ഒരു ലിസ്റ്റിൽ കയറാനൊക്കെ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഒരു ലിസ്റ്റിൽ കയറാനായിട്ട്. അപ്പോൾ അവരുടെ അധ്വാനത്തിന് വില കുറച്ച് കാണരുത്, ആ ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അതിനുവേണ്ടിയാണ് ഈ ഓഗസ്റ്റ് 30 എന്നുള്ളത് നവംബർ 30 വരെ നീട്ടിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, സാധാരണക്കാര് പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളിൽ പോലും ഒരിക്കലും സർക്കാർ ഇത് മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യമൊന്നും അല്ല PSC റാങ്ക് ലിസ്റ്റ് നീട്ടുമെന്നുള്ളതൊന്നും. പക്ഷേ അധികാരത്തിലേറിയത് നീട്ടാമെന്ന് ഒരു സ്ഥലത്തും വാക്കും കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം കേട്ടറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ കേട്ടറിഞ്ഞതായാലും പരാതി നേരിട്ട് കയ്യിൽ കിട്ടിയതായാലും ആവശ്യമുള്ളതിനെ കൃത്യമായി പരിഹരിക്കേണ്ടതുണ്ട്. പൊതുജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കലാണ് ഏറ്റവും, അവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും കാവൽ നിൽക്കുന്നവരാണ് രാഷ്ട്രീയ അല്ലെങ്കിൽ ഭരണകൂടം എന്ന ആ ഒരു തത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ് തങ്ങളുടെ ഭരണകൂടം മുന്നോട്ട് പോകുന്നത് എന്നൊരു വ്യക്തമായ
കാണിച്ചു തന്നിരിക്കുകയാണ് വി ഡി സതീശൻ ഈ രണ്ട് കാര്യങ്ങളിലൂടെയും. ഇനി മറ്റൊന്ന് മാനിഫെസ്റ്റോയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 2031 വരെ ഒരു പ്ലാൻ, അതായത് അവർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് എന്തൊക്കെയാണോ അവർ ഉറപ്പ് നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ നൽകിയിരുന്നത് അത് നടപ്പിലാക്കാൻ വേണ്ട കാര്യങ്ങൾ. ഇപ്പം 5 ഇന്ദിരാ ഗ്യാരണ്ടിയിൽ 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം അത് ഒന്ന് നടപ്പിലാക്കിയിട്ടുണ്ട്. KSRTC സ്ത്രീകൾക്ക് പാസഞ്ചറിലും അതുപോലെ തന്നെ പാസഞ്ചർ മുതൽ ഓർഡിനറി വരെയുള്ള ബസ്സുകളിൽ യാത്ര സൗജന്യമാക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏത് വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്കൊക്കെ നൽകണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. അതൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ഗ്യാരണ്ടി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതായത് പിന്നോക്കം നിൽക്കുന്നവർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന കാര്യങ്ങൾ, ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് തൊഴിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ 5 ഇന ഗ്യാരണ്ടിയാണ് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് സർക്കാർ UDF അന്ന് ഇറക്കിയിരുന്നത്. ഈ 5 കാര്യങ്ങളിലും വ്യക്തത വരുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക്, ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും, ഇപ്പോൾ സാമ്പത്തികമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അത് ഫിനാൻസുമായി ബന്ധപ്പെട്ട തലത്തിലേക്ക് അത് കൈമാറിയിട്ടുണ്ട്. അവരിൽ നിന്നും നിർദ്ദേശങ്ങൾ കിട്ടുന്ന മാത്രയ്ക്ക് നടപടികൾ തുടങ്ങുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും വലിയ തെളിവാണ് KSRTCയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇപ്പോൾ KSRTCയിൽ കയറുന്ന ഓരോ സ്ത്രീകളുടെ ലിസ്റ്റും ആ ടിക്കറ്റിൽ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ KSRTC എന്ന് പറയുന്ന വിഭാഗത്തിന് അത് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് അത് നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട വകുപ്പിന് ആ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ നിന്ന് കിട്ടുന്ന എന്തൊക്കെയാണ് സാധ്യമായ കാര്യങ്ങൾ, എന്തൊക്കെ ചെയ്താലാണ് അതിന് പരിഹാരം ലഭിക്കുന്നത് എന്ന് നോക്കി അതിനൊരു പരിഹാരം കാണും. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കൃത്യമായി തങ്ങളുടെ വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു അത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ നിർദ്ദേശം കിട്ടുന്ന മാത്രയ്ക്ക് അനുസരിച്ച് അതിന് നടപടികൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം. ഈ 100 ദിന കർമ്മ പദ്ധതി അതിൽ ഉൾപ്പെടുന്നതാണോ? അതും ഈ മാനിഫെസ്റ്റോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്, അവരുടെ വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്നെയാണ്. അതായത് ഈ 2031 വിഷൻ 2031 എന്നാണ് അദ്ദേഹം അതിന് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിൽ അവർ ഇറങ്ങുന്നതിന് മുൻപ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ചെയ്തു തീർക്കാനുള്ള ഒരു വിഷൻ 2031 എന്ന പദ്ധതിയാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം ഈ 5 വർഷക്കാലം കാത്തിരിക്കേണ്ടതല്ലാത്ത കാര്യങ്ങളുണ്ടാവും, വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ ഒരു നേരിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ബാങ്കിന്റെ ലോണുകളെ കുറിച്ചാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ അതൊക്കെ ഒരു സിറ്റിംഗിലൂടെ തന്നെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം. അത്തരം കാര്യങ്ങൾ 100 ദിന കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഈ വളരെ ഫാസ്റ്റ് ആയിട്ട് നടത്താൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ഈ 100 ഇന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 100 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന രീതിയിലേക്കൊക്കെ മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അടിമുടി മാറ്റമാണ് കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഓരോ പത്രസമ്മേളനവും ഇപ്പോൾ വിളിച്ചു ചേർക്കുന്നത്. ഇനി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് പ്രതിപാദിച്ചതുമായി ബന്ധപ്പെട്ട വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറഞ്ഞത് വളരെ വിവാദമാക്കി കൊണ്ടുവന്നിരുന്നു മറ്റ് പാർട്ടികൾ. പക്ഷേ അദ്ദേഹം ചോദിക്കുന്നത് എന്റെ അച്ഛന്റെ പേര് പറയാൻ എനിക്ക് അഭിമാനമേ ഉള്ളൂ, അതിൽ എന്താണ് തെറ്റെന്നാണ്. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ ഒരു മേനോനും ചേർത്തിട്ടില്ല. അച്ഛന്റെ പേര് ദാമോദര മേനോൻ എന്നായതുകൊണ്ട് അത് മാറ്റി പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല, നിർവാഹമില്ല. അത് ബുദ്ധിയും ബോധവുമുള്ള ഏതൊരാൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് അച്ഛന്റെ പേര് ദാമോദര മേനോൻ എന്നുള്ളത് മാറ്റി പറയാൻ സാധിക്കുന്നത്? അച്ഛനെ മാറ്റി പറയാൻ ഒരു മനുഷ്യന് സാധിക്കുമോ? അപ്പൊ അതെന്തായാലും അദ്ദേഹത്തിന് സാധിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇപ്പോഴും ഒരു തെറ്റും തോന്നുന്നില്ല. വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ അച്ഛന്റെ പേര് അവിടെ ഉച്ചരിച്ചത്. അമ്മയെ മനസ്സിൽ കാണുകയും ചെയ്തു. അമ്മയുടെ പേര് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അമ്മയുടെ പേര് കൂടി അവിടെ ഉൾപ്പെടുത്തുമായിരുന്നു എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അത് ഈ പറയുന്ന ട്രോളുന്നവർക്കും അല്ലെങ്കിൽ സൈബർ ആക്രമണം നടത്തുന്നവർക്കുമുള്ള ചുട്ട മറുപടിയാണ്. എൻ്റെ അച്ഛന്റെയും അമ്മയുടെയും പേര് അഭിമാനത്തോടെ ഞാൻ വിളിച്ചു പറയുമെന്ന് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് പലരുടെയും വായ അടപ്പിക്കുന്നതിന് തുല്യമായിരുന്നു. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്തായിരുന്നു അതിലൊരു തെറ്റ് എന്നുള്ളത്. അച്ഛന്റെ പേര് എങ്ങനെയാണ്, അച്ഛന്റെ പേര് മാറ്റാൻ ആർക്കെങ്കിലും സാധിക്കുമോ? പക്ഷെ അതെന്തുകൊണ്ടാണ് വിഡിത്തങ്ങളായ ചോദ്യങ്ങൾ പലപ്പോഴും മറ്റ് പാർട്ടികൾക്കിടയിൽ നിന്നൊക്കെ ഉയർന്നു വരുന്നത്? എന്തെങ്കിലും ഒരു കുറ്റവുമില്ല, അപ്പൊ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാമെന്നായിരിക്കാം ഒരുപക്ഷെ അവർ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷെ ഇത്രയും ബാലിശമായ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രതിപക്ഷം ഒരുപക്ഷെ കേരളക്കരെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഇത്രയും തരം താഴ്ന്ന രീതിയിലൊക്കെ പ്രതിപക്ഷം മാറുന്നു എന്നുള്ളത്, അല്ലേ?